നമ്മളറിയാതെ ഇൻ്റർനെറ്റിൽ നമ്മൾ രഹസ്യമായിട്ട് സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതേപോലെ നമ്മുടെ ഫോണിലുള്ള പേഴ്സണൽ ഡേറ്റാസും ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മളറിയാതെ ഇൻ്റർനെറ്റിൽ പ്രചരിപ്പിക്കുന്ന ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് കുറച്ച് സെറ്റിങ്സുകൾ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് ചോർത്തി പോകുന്നതായിരിക്കും. അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ മേലിലായിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് കാണാൻ കഴിയും, ഉണ്ടോ? ഇവിടെ ഒരു 3 ഡോട്ടുണ്ട്. അവിടെ നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും, കണ്ടോ? അവിടെ ഒന്ന് നിങ്ങൾ ടച്ച് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ചെറുതായിട്ട് ഇതേപോലെ മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേളിലായിട്ട് ഉണ്ടോ ക്ലിയർ ബ്രൗസിംഗ് ഡേറ്റ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ബ്രൗസ് ചെയ്യുക എല്ലാ ഡേറ്റാസും ഇവിടെയാണ് ഹിസ്റ്ററി ആയിട്ട് കിടക്കുന്നത്. താഴെയായിട്ട് ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് മുകളിലായിട്ട് ഉണ്ടോ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. റൈറ്റ് സൈഡിലായിട്ടൊരു ഡ്രോപ്പ് ഡൗൺ ആരെയാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴെയായിട്ട് ആൾ ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും, ഇവിടെ സേവ് ആയി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും താഴെ ക്ലിയർ ഡേറ്റ എന്ന് പറഞ്ഞ് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ള് ക്ലിയർ ആകുന്നതായിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. അതിൻ്റെ തൊട്ടു താഴെയായിട്ട് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇതാണ് ആ ഓപ്ഷൻ. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേലിലായിട്ട് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഡേറ്റാസും പ്രൊട്ടക്ട് ചെയ്യുന്ന ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രൗസിംഗ് സെറ്റിങ്സ് ആണ്. അത് ഏറ്റവും മേളിൽ കിടക്കുന്നതാണ്. അതൊന്ന് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഉണ്ടോ ആൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം, നമ്മൾ ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ അവിടെ ഏതെങ്കിലും പബ്ലിക് വൈഫൈ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഫോണിലേക്ക് വൈറസ് കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്നിട്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ സെക്യൂർ DNS എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കണ്ടോ സെക്യൂർ DNS. അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഏറ്റവും മേളിലായിട്ട് യൂസ് സെക്യൂർ DNS എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. താഴെയായിട്ട് യൂസ് അനദർ പ്രൊവൈഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ഡ്രോപ്പ് ഡൗൺ ആരോ വരുന്ന കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും, ഉണ്ടോ? ഈ ഡ്രോപ്പ് ഡൗൺ ആരോ ഇങ്ങനെ ടച്ച് ചെയ്യുക. അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഇവിടെയായിട്ട് ക്ലൗഡ് ഫ്ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും, ക്ലൗഡ് ഫ്ലെയർ. അതൊന്ന് നിങ്ങൾ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രൗസിംഗ് സെറ്റപ്പാണ്. ഈ ക്ലൗഡ് ഫ്ലെയർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമ്മുടെ ഡേറ്റാസ് ഒന്നും ആരും മിസ്യൂസ് ചെയ്യില്ല. നമ്മുടെ ഒരു ഡേറ്റാസും അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഇന്റർനെറ്റിൽ ഗൂഗിൾ ക്രോം വഴി ബ്രൗസിംഗ് തുടങ്ങാവുള്ളൂ. കാരണം ഗൂഗിൾ ക്രോം ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസർ. അതിൽ ഇത്രയും സെറ്റിങ്സ് ചെയ്യാതെ നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ലീക്കാവും. നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസൊക്കെ ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ഈ സെറ്റിങ്സുകൾ ചെയ്ത് വെക്കുക, ഇന്റർനെറ്റ് ഉപയോഗിക്കുക. എത്രയും പെട്ടെന്ന് വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.